നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. മോദി വിമാനം കയറുന്നു. അമേരിക്ക ഉൾപ്പെടെ 5 വിദേശ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനത്തിന് നാളെ തുടക്കം. US-ന് പുറമെ സ്വിറ്റ്സർലൻഡ്, ഖത്തർ, അഫ്ഗാനിസ്ഥാൻ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളും മോദി സന്ദർശിക്കും. കള്ളപ്പണം പുറത്തുകൊണ്ടുവരുന്ന നടപടികൾക്ക് പ്രധാന പരിഗണന. നാളെ അഫ്ഗാനിസ്ഥാനിൽ ആദ്യ സന്ദർശനം നടത്തുന്ന മോദി പ്രസിഡന്റ് അഷ്റഫ് ഗാനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സഹായത്തോടെ നിർമ്മിച്ച സൽമ ഡാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. എണ്ണ വ്യാപാരം ഉൾപ്പെടെയുള്ള വാണിജ്യ സാമ്പത്തിക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന മോദി ഹൈഡ്രോ കാർബൺ മേഖലയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവച്ചേക്കും. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിൽ കള്ളപ്പണ നിക്ഷേപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കും. 7-ന് US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മോദി മെക്സിക്കോ സന്ദർശിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങും. കുറുപ്പിനെ ചോദ്യം ചെയ്യും. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിൽ കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിനെ കേന്ദ്ര അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. നടപടി പരവൂർ വെടിക്കെട്ട് നടത്താൻ അനുമതി വാങ്ങി നൽകാമെന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് വാഗ്ദാനം നൽകിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ അനുമതി നിഷേധിച്ചിട്ടും വെടിക്കെട്ട് നടത്തിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാവിന്റെ ഇടപെടലുണ്ടായിരുന്നു എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അതിനിടെ ദുരന്തത്തിൽ കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. സഭയിൽ ശ്രീരാമജയം. സഭാനാഥനായി ശ്രീരാമകൃഷ്ണൻ. നിയമസഭയുടെ 22ാമത് സ്പീക്കർ പദവിയിലേക്ക് P. ശ്രീരാമകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് 92 വോട്ടുകളോടെ. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF മത്സരിപ്പിച്ച് VP സജീന്ദ്രന് 46 വോട്ട് മാത്രം. പ്രോട്ടം സ്പീക്കർ S. ശർമ്മ വോട്ട് ചെയ്തില്ല. 91 അംഗങ്ങളുടെ പിൻബലമുള്ള ഇടതുപക്ഷത്തിന് അധികം കിട്ടിയ 2 വോട്ടുകളിൽ ഒന്ന് BJP അംഗം O. രാജഗോപാലിന്റേത്. ബാലറ്റ് പേപ്പർ വാങ്ങിയെങ്കിലും ഒന്നും രേഖപ്പെടുത്താതിരുന്ന സ്വതന്ത്ര അംഗം PC ജോർജിന്റെ വോട്ട് അസാധു. വോട്ടിലെ രാഷ്ട്രീയം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ട് ചോർച്ച പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിപ്പ് ലംഘിച്ചത് മനഃപൂർവ്വമാണെന്ന് കരുതുന്നില്ല. ഒരു വോട്ട് UDFന് കുറഞ്ഞത് പരിചയക്കുറവ് കൊണ്ടാകാം. O. രാജഗോപാൽ ഭരണപക്ഷത്തിന് വോട്ട് ചെയ്തത് LDF BJP കൂട്ടുകെട്ടിന് തെളിവെന്നും ചെന്നിത്തല. അതേസമയം LDFന് വോട്ട് ചെയ്തത് വ്യക്തിപരമായ തീരുമാനമെന്ന് O. രാജഗോപാൽ. ഇക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. BJPയുടെ വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അംഗീകരിച്ചു. ഒരു മുന്നണിയുമായും അന്ധമായ വിധേയത്വമോ എതിർപ്പോ ഇല്ല. സഭയിൽ പ്രശ്നാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുമെന്നും MLA. സ്പീക്കർ തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച UDF തകർച്ചയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയെന്ന് PC ജോർജ്. വോട്ട് അസാധുവാക്കിയത് ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ മത്സരിച്ച് ജയിച്ചതുകൊണ്ട്. സഭയിൽ ആരോടും മമതയില്ലെന്നും PC ജോർജ്. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2675 രൂപ, പവൻ 21,400 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30-ന് ദീപ്തി ചേരും. നമസ്കാരം.